ഇപ്പോ രാമ എന്നുള്ള മന്ത്രം ജപിക്കുമ്പോൾ രാമനാമ വരാനനി എന്ന് പറഞ്ഞ് ശിവനോട് ചോദിക്കുമ്പോൾ ഏത് മന്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠം എനിക്ക് ജപിക്കാൻ സമയമില്ലാത്തവളാണ് ലോകമാതാവാണ് എന്ന് പറയുമ്പോഴാണ് വിഷ്ണു സഹസ്രനാമത്തിൽ അതായത് രാമ എന്നുള്ള ആ മന്ത്രം ഈ ജപിച്ചാൽ മതിയാകുമെന്ന് ഉപദേശിക്കുന്നത്. രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ഈ രാമശബ്ദത്തിന്റെ തന്നെ ഒരു മാഹാത്മ്യം ഈ നാരായണായ എന്നുള്ള മന്ത്രം അതിലൊന്ന് അതിന്റെ ബീജം സൂക്ഷിച്ചിരിക്കുന്ന ഒരേ ഒരു ബീജാക്ഷരം എന്നൊരു സങ്കല്പം നമുക്കുണ്ട്. എന്താ ബീജാക്ഷരം? എന്താണ് അറിയാൻ ബീജാക്ഷരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഗീതം തോന്നുന്നത് അർത്ഥം എന്ന് പറഞ്ഞു പറ്റി. അങ്ങനെയല്ല. ബീജാക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തതിനെ ഉത്പാദിപ്പിക്കുന്ന ബീജത്തെ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ക്ഷരം നശിക്കുന്നത്, അക്ഷരം നശിക്കാത്തത്. അപ്പൊ നശിക്കാത്ത ഒരു തത്വത്തെ ഉപരോഹനം ചെയ്തിരിക്കുന്ന, സംഭരിച്ചിരിക്കുന്ന ആ ഒരു വ്യവസ്ഥയിൽ എന്താണോ അടങ്ങിയിട്ടുള്ളത് ആ അക്ഷരത്തിനാണ് ബീജാക്ഷരം എന്ന് പറയുന്നത്. ആ ബീജാക്ഷരം നമ്മൾ വിത്ത് നടുമ്പോൾ വിത്ത് എന്റെ സൂക്ഷ്മമായിട്ടുള്ള മുളയെന്ന് എടുത്ത് കളഞ്ഞാൽ, കരിച്ചു കളഞ്ഞാൽ പിന്നെ അത് പൊടിക്കില്ല. അതേപോലെ നാരായണായ എന്ന് പറയുന്നതിൽ നിന്ന് ആ രാ എടുത്തങ്ങ് മാറ്റിയാൽ അയനായ, നാരായണായ രാ എടുത്ത് മാറ്റിയാൽ അയനായ. അതായത് ജപിക്കാൻ കൊള്ളാത്തത്, മോക്ഷത്തിന് പറ്റാത്തത്, നിത്യത്തിൽ നമ്മൾ നയിക്കാത്തത്, അങ്ങനെയൊക്കെ ഉള്ള അർത്ഥം അതിനുണ്ടെന്ന് അയനായ. രാ മാത്രമേ മാറ്റിയിട്ടുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. എങ്കിലും ആ മന്ത്രം ഒരു കരശരീരമായി മാറി. മന്ത്രശരീരം എന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ആ മന്ത്രശരീരത്തിൽ അതിന്റെ ബീജശക്തി എടുത്ത് മാറ്റിയവരെ തന്നെ അത് വെറും ഒരു ഡെഡ്ബോഡിയായി മാറി. ആ മന്ത്രത്തിന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ബാക്കി എല്ലാ അവയവങ്ങളും ചേർന്ന് പ്രയോജനമില്ലാത്ത ഒന്നായി തീർന്നു. അതേപോലെ നമഃശിവായ എന്നുള്ളതിന്റെ എടുത്ത് മാറ്റിയാൽ നശിവായ, മംഗളത്തിന് കൊള്ളാത്തത്, മംഗളം തരാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ നമഃശിവായ എന്നുള്ള അർത്ഥത്തിൽ സമ്പൂർണ്ണാർത്ഥമുള്ള ചൈതന്യമുള്ള ആ മന്ത്രത്തിന്റെ അർത്ഥം ലഭിക്കുന്നു. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് നാരായണ എന്നുള്ളതിന്റെ രായും നമഃശിവായിലെ മായും കൂടെ ചേരുമ്പോൾ രാമ എന്നുള്ള ശബ്ദം കിട്ടും. അപ്പൊ ഈ രാമശബ്ദം എടുക്കുമ്പോൾ തന്നെ ആ രണ്ടെണ്ണത്തിനും രണ്ട് ബീജാക്ഷരങ്ങളിൽ അടങ്ങിയിട്ടുള്ള പൊരുൾ നാരായണായ എന്നുള്ള മന്ത്രത്തിലും നമഃശിവായ എന്നുള്ള മന്ത്രത്തിലും എത്ര വ്യാപകമായി ഒരു പ്രപഞ്ച കൽപ്പന നടത്തിയിരിക്കുന്നു, ഒരു പ്രപഞ്ചത്തെ അങ്ങനെ അടക്കി വെച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെ ജീവശക്തിയും നേരത്തെ പറഞ്ഞ മന്ത്രം കൊണ്ട് ഉപാസിച്ച ഇഷ്ടദേവത ശക്തിയും തമ്മിൽ താതാത്മ്യം പ്രാപിക്കും. ഈ താതാത്മ്യപ്രാപ്തി വീട്ടിൽ അച്ഛനും മക്കളും അമ്മയും ഒക്കെ ഒരുമിച്ചിരുന്ന് ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ താതാത്മ്യപ്രാപ്തി അവർ തങ്ങളിലുള്ള യാതൊരു വിധമായ നിഷേധത്തെയോ അതേപോലെ തന്നെ പരസ്പരം ആശ്ചര്യത്തെയോ ഉണ്ടാക്കുന്നതാകുകയില്ല. മാത്രവുമല്ല, അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ഈ ചിതാകാശം എന്നുള്ളൊരു സങ്കല്പമുണ്ട്. നമ്മുടെ ആത്മഭാവം ഈ അല്ലെങ്കിൽ പറയുന്ന ആകാശത്തെയും വഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആകാശം നമ്മുടെ സങ്കല്പത്തിൽ മാറ്ററാണ്, പഞ്ചഭൂതം എന്നാണ് പറയുന്നത്. അവിടെ ആകാശം മാറ്ററാണ്. അപ്പൊ ഈ മാറ്ററിനെയും കൂടെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ജീവന്റെ സാംസ്കാരിക മണ്ഡലമാണ് ചിതാകാശം. ഈ ചിതാകാശത്തിൽ തങ്ങി നിൽക്കുന്ന, അതിന് താഴോട്ട് വന്നു നിൽക്കുന്ന നമ്മുടെ ജീവനിലെ സമസ്ത വസ്തുബോധത്തെയും ലയിപ്പിച്ചുകൊണ്ട് ദുഃഖനിവൃത്തി തരുന്ന നാഗജയം എന്ന് പറയുന്ന ഒരു മഹാവിശ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നു. ലോകത്ത് 1000 മറ്റ് പുസ്തകങ്ങൾ വായിച്ചാലോ ബൈബിള് വായിച്ചാലോ ഖുർആൻ വായിച്ചാലോ ആക്ഷേപിക്കുകയല്ല, അതൊന്നും ഇതൊന്നും പറയണില്ല. അപ്പൊ അത്രയേറെ ഈ പ്രപഞ്ചത്തെ അനലൈസ് ചെയ്യുന്നതിന് ശബ്ദം കൊണ്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളതും ആ ശബ്ദചലന ക്രമം പ്രപഞ്ചവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതിന് നമ്മളെ തയ്യാറാക്കുന്നു എന്നുള്ളതും ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ടു ഡൈവേഴ്സിറ്റി ഫ്രം ഡൈവേഴ്സിറ്റി ഈ മാറ്റങ്ങളെ സമന്വയിപ്പിക്കുന്നു, കൂട്ടായി ചേർക്കുന്നു. ഇത്രയും വലിയ വ്യാപ്തി നമ്മുടെ മന്ത്രക്രമത്തിൽ തന്നെ ഈ ശബ്ദമണ്ഡലം സൃഷ്ടിച്ചിരിക്കുന്നു.